ഇപ്പം ഈ പടങ്ങൾക്കെല്ലാം ഞാനൊരു വൺ സൈഡ് ലൈറ്റിംഗ് ആണ് ആക്ച്വലി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അധിക പടങ്ങൾക്ക് ഈ പാർട്ടി വെയർ എന്ന് പറയുന്ന സാധനങ്ങളെല്ലാം നമ്മളൊരു വൺ സൈഡ് ലൈറ്റിംഗ് ആണ്, മെയിൻ ലൈറ്റ് ഒരു വൺ സൈഡായിട്ട് കൊടുത്ത് ആണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം സ്റ്റുഡിയോ സെറ്റപ്പിൽ നമ്മൾ മൊത്തം പ്രോഡക്റ്റിന് ഇപ്പോൾ സാരി, സിൽക്ക് സാരി ആണെങ്കിൽ അതിന് മാക്സിമം പിന്നെ എക്സ്പോഷർ കിട്ടുന്ന രീതിയിൽ ഫില്ല് ചെയ്തിട്ട് കൂടുതൽ ലൈറ്റുകൾ ആഡ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇൻ്റർനാഷണലി തന്നെ ഫോട്ടോഗ്രാഫിയിൽ വളരെ സീരിയസ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന വലിയ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവരും ഇപ്പോൾ ഒരു ലൈറ്റൊക്കെയാണ് കാര്യമായിട്ട് യൂസ് ചെയ്തത്. ബാക്കി പലപ്പോഴും ഗ്ലെയറെല്ലാം ക്യാമറയിൽ വീഴുന്ന രീതിയിലുള്ള ഫ്രെയിംസൊക്കെ വെച്ചിട്ട് ഗ്ലെയേഴ്സൊക്കെ കൊടുത്തിട്ടാണ് ഫാഷൻ ഷൂട്ടുകളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം ചില കാര്യങ്ങൾ നമ്മൾ കണ്ടതെല്ലാം ചെയ്തു നോക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇതിനകത്ത് നടത്തിയിട്ടുണ്ട്. ഇപ്പം കേരളത്തിൽ മോഡൽസ് അല്ലെങ്കിൽ ഫാഷൻ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ വളരെ ആളുകൾ വളരെ അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് മോഡലിങ്ങിൽ ഇവിടുന്ന് ഒരുപാട് കുട്ടികൾ മോഡലിങ്ങിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ പലപ്പോഴും പല കുട്ടികളും അവരുടെ അവർ ബോഡി ഫിറ്റിൽ അവർ വളരെ ശ്രദ്ധ കുറവാണെന്നുള്ളതാണ് സത്യം. ഒരു മോഡലിന് ആവശ്യമായിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ഒന്നും കീപ്പ് ചെയ്യാതെ തന്നെ മോഡലാവുക എന്നുള്ള ഒരു ആവാനുള്ളൊരു ശ്രമം ചിലപ്പോഴൊക്കെ നടക്കുന്നുണ്ട്. അത് ചിലപ്പം ഒരു പരിധിവരെ കേരളീയരുടെ ഒരു ബോഡി ലാംഗ്വേജ് പലപ്പോഴും ഒരു ഉത്തരേന്ത്യൻ എന്ന് വരുന്ന മോഡൽസിനെ പോലെ അത്രയും ഹൈറ്റോ ഒന്നും ഉണ്ടാവാറില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ പിന്നെ മോഡലാവാൻ ആഗ്രഹിക്കുന്നവർ അത് ഒന്നും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇപ്പം ഡയറ്റിങ്ങിലായാലും അവരുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇപ്പോൾ ഈ മോഡൽസിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴേ ഇപ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് പോർട്ട്ഫോളിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കാറും വരാറുണ്ട്. അപ്പോൾ പലപ്പോഴും ആരും ഒരു തയ്യാറെടുപ്പൊന്നും ഇല്ലാതെ വന്നിട്ട് ഇന്ന് വന്നിട്ട് നാളെ പോർട്ട്ഫോളിയോ ഷൂട്ട് ചെയ്യാമെന്നുള്ള ഒരു രീതിയിലാണ് വരുന്നത്. അവരൊരു ഇപ്പോൾ ചിലരൊക്കെ കൊണ്ടുവരും, ഞാൻ പോർട്ട്ഫോളിയോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും സ്റ്റുഡിയോയിൽ കയറിയിട്ട് രാവിലെ പോയി ഷൂട്ട് ചെയ്ത് ഒരു 4 ഡ്രസ്സിൽ തിരിഞ്ഞും മറിഞ്ഞു നിന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കുറേ പടങ്ങളെടുത്ത് വന്നിട്ട് ഇതാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന രീതിയിലാണ് കാര്യങ്ങൾ. ആക്ച്വലി പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഒരു ഫോട്ടോഗ്രാഫറും മോഡലും കുറച്ച് ഹോംവർക്ക് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും എൻ്റെ അടുത്ത് വരുന്നവരെ ആദ്യം അവർ പോർട്ട്ഫോളിയോ വേണം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ തന്നെ ഞാൻ അവരോട് പറയാറ്, നിങ്ങൾ ആദ്യം വന്ന് എന്നെ കാണുക, എന്നിട്ട് ഞാൻ നിങ്ങളൊന്ന് കാണട്ടെ, എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ രൂപം, അതിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങൾ എനിക്ക് വരുത്താൻ പറ്റും, നിങ്ങൾ എന്തൊക്കെ രീതിയിൽ തയ്യാറാവണം. അപ്പോൾ ആൺകുട്ടികളാണെങ്കിൽ ഞാൻ അവരോട് പറയാറുണ്ട്,
ഒരു 1 വീക്കൊക്കെ ഷേവ് ചെയ്യാണ്ട് വെച്ചിട്ട് കുറേ താടിയൊക്കെ വെച്ചിട്ട് അപ്പോൾ നമുക്കൊരു ഒരുപാട് ഗെറ്റപ്പിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അവർ കുറേ റഫായിട്ടുള്ള ആംഗിൾസ് എടുക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ കുറച്ച് താടിയൊക്കെ വെച്ചെടുക്കാം, പിന്നെ അത് ട്രിം ചെയ്തിട്ടെടുക്കാം, പിന്നെ അതിനെ ഫുൾ ക്ലീൻ ഷേവ് ചെയ്തെടുക്കാം, മീശ വെച്ചെടുക്കാം, അങ്ങനെ പല 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 റേഞ്ചിലെടുക്കാൻ പറ്റും. ഇത് ആ രീതിയിലുള്ള ശ്രമങ്ങളൊന്നും പലപ്പോഴും ഉണ്ടാകുന്നില്ല. പിന്നെ അതിൻ്റെ പുറമെ പെൺകുട്ടികളാണെങ്കിൽ തന്നെ അവർ ഒരു ബ്യൂട്ടി ക്ലിനിക്കിൽ പോയിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പ് ഒന്നും നടത്താതെ ജസ്റ്റ് വന്നിട്ട് 4 പടം എടുക്കുക എന്നുള്ള രീതിയാണ്. അത് മാറണം. അതിന് മാറ്റങ്ങളുണ്ട്. ഒരുപാട് ആളുകൾ കുറച്ച് കാശായാൽ പോലും അതിന് തയ്യാറായി വരുന്നവർ ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് അതിൻ്റെ ബെനിഫിറ്റും ഉണ്ട്.